ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും നൈഗാസ് വൈറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജവഹർലാൽ നെഹ്റുവിൻ്റെ ഹാറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിങ്ങനെ ഉണ്ട് എൻ്റെ ഹെയർ സ്റ്റൈൽ. എൻ്റെ അമ്മ എൻ്റെ മുടിയിലൊരു തതുമ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നമ്മുടെ രണ്ട് സ്ഥലം ഇങ്ങനെ കൊമ്പ് കെട്ടി, പിന്നെ ബാക്കിലത്തെ മുടി എരിക്കൊണ്ട് സൈഡ് കണ്ടിട്ട് നല്ല ചൂടാണ് അവിടെ, അതുകൊണ്ട് ഇങ്ങനെ കെട്ടിയത്. അപ്പോൾ നമ്മൾ കാര്യത്തിലൂടെ വരാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ പറയാൻ നോക്കിയും ജവഹർലാൽ നെഹ്റുവിൻ്റെ ഹാറ്റാണ്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ഗൈസ്, നമുക്ക് നല്ല പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ന്യൂസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ന്യൂസ് പേപ്പർ നമ്മൾ ആക്ച്വലി മറ്റേ ന്യൂസ് പേപ്പർ തന്നെയാണ്. നമുക്ക് ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുക്കാം. ഞാൻ ഇവിടെ ചാർട്ട് പേപ്പർ ഇല്ല, അതുകൊണ്ട് ഞാൻ ന്യൂസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ന്യൂസ് പേപ്പറും പിന്നെ ഇത് ഈക്വൽ സൈഡ് നമ്മൾ സൈഡ് ഈക്വലായിട്ട് വയ്ക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു പോർഷനെ ഇവിടെ ഉള്ളപ്പോഴേക്കും മടക്കണം. ഞാൻ കാണിച്ചു തരാൻ മടക്കുന്നത്. അധികമൊന്നും വേണ്ട, ഒരു ലേശം മതി. ഓക്കെ, ഞാനിപ്പോൾ മടക്കി. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവും മടക്കേണ്ടത്. ഇനി നമുക്ക് ഈ സാധനം ഇത് നമ്മൾ ഈ പേപ്പറെല്ലാം തുറക്കണം. തുറക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും അപ്പം നമുക്കെല്ലാം കാണിക്കണം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് മടക്കിയിരിക്കുന്നത്, ഇതുപോലെ ഇരിക്കുന്നത്. ഇനി ഇവിടെ മറിച്ചിടുന്നുണ്ട്. മറിച്ചിടുമ്പോൾ ഇപ്പോഴത്തെ സൈസാണല്ലോ വലുത്, ഇത് ചെറുതില്ല. അപ്പോൾ വലിയ സൈസ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മടക്കാം. എന്ന് വെച്ചാൽ ഈ സൈഡ് എടുത്ത് ഇങ്ങോട്ട് എടുക്കാം. ഞാൻ മടക്കി കാണിച്ചു തരാം, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എല്ലാം നമ്മൾ മടക്കി കാണിച്ചു കൊടുക്കണം. ഒന്നും ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇവിടെ നടുവിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഉണ്ടാക്കാൻ വലിയ ഈസിയും കൂടിയാണ്, അതുകൊണ്ട് സിമ്പിളാണ്. ഇനി നമുക്ക് ഈ ഒരു സാധനം ഞാൻ കോണ് പോലെ മടക്കി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സിമ്പിളാണ്, ഒരു സിമ്പിളായിട്ട് മടക്കി വയ്ക്കാൻ പറ്റും. നമുക്ക് കോണെന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ മറ്റേ അങ്ങനത്തെ കോണല്ല കേട്ടോ, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ കോൺ. ഇതുപോലെ മടക്കി എടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് ആക്ച്വലി വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പുറത്ത് ഇവിടെ ചെയ്തുപോലെ ഈ സൈഡ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ നല്ല ടഫ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു സൈഡും ഇല്ല. പിന്നെ നമ്മുടെ ജവഹർലാലിൻ്റെ ഹാറ്റും അങ്ങനെ പോകാൻ പറ്റും. പിന്നെ നമ്മൾ ഇവിടെ ചെയ്ത പോലെ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊരു ഉണക്കി കൊടുക്കണം. ഇനിയെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മറിച്ചിട്ടുണ്ട്. ഈ സൈഡ് എടുത്തിട്ട് നമ്മൾ ഇത് ഇങ്ങോട്ടേക്ക് മടക്കണം. ഇതുപോലെ മടക്കാം. ഇതുപോലെ മടക്കണം. ഇനി നമ്മൾ ഇവിടെ അങ്ങനെ അല്ല കേട്ടോ മടക്കേണ്ടത്. ഈ പേപ്പർ, ഈ സൈഡിലെ പേപ്പർ ഇങ്ങോട്ടേക്ക് ആക്കണം. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ ഇതുപോലെ എടുത്ത് ഇവിടെ മടക്കി വെക്കുക. ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ മടക്കി വെക്കാം. ഇനി അടിയിലെല്ലാം പോകും, അങ്ങനെ നോക്കി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും മടക്കി വെക്കാം. ഇനി നമ്മൾ ഈ താഴത്തെ സൈഡ് എടുത്ത് മുകളിലേക്ക് വെക്കാം. നേരത്തെ മറ്റേ അത് മടക്കി വെച്ച പോലെ കിടക്കണം. ഇങ്ങനെ. അപ്പം ഇത് വെരി സിമ്പിളാണ്, നമുക്ക് അറിയാമായിരുന്നു. അത് നമുക്ക് തുറക്കാം. തുറക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയായിരിക്കും ഉള്ളുണ്ടാവുക. ഇവിടെ ഇങ്ങനെ ഒരു കോണ് പോലെ ഇങ്ങനെ കാണുന്നുണ്ടോ? കാണില്ല. ആ ഒരു കോണിൻ്റെ ഉള്ളിൽ നമ്മൾ ഉന്തി കയറ്റണം. ഉന്തി കയറ്റണം മീൻസ് ഇങ്ങനെ പുറത്തോട്ടേക്കാക്കണം. അതെന്ന് വെച്ചാൽ ഇങ്ങനെ പുറത്തോട്ടേക്കാക്കുമ്പോൾ അത് നമ്മൾ ഒരു ലെവൽ കിട്ടും. ഇങ്ങനെ കാത്തിട്ട് കാണിക്കാം. അപ്പം നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഹാറ്റ് എടുത്ത് എൻ്റെ മുടി കിട്ടിയോണ്ടെങ്കിൽ ഇവിടെ പോകില്ല എന്നാലും നമസ്കാരം. അപ്പോൾ ഇതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഹാറ്റ്.
കുറച്ചൊരു ഭംഗി ചാർട്ട് പേപ്പറും അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ചാർട്ട് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് അറ്റാച്ച്മെൻ്റ് ചെയ്ത് ന്യൂസ് പേപ്പർ കൊണ്ട് അറ്റാച്ച്മെൻ്റ് ചെയ്തതിന്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ. പിന്നെ ഒരു കാര്യം, നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്ത് തരുന്നില്ല എനിക്ക്. അതുകൊണ്ട് നിങ്ങൾ എത്ര പെട്ടെന്നെങ്കിലും എൻ്റെ ഈ നെഗസ്റ്റേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് സിൽവർ പ്ലേ ബട്ടണാണ് എൻ്റെ ഒരു ഭയങ്കര വലിയൊരാഗ്രഹമാണ് സിൽവർ പ്ലേ ബട്ടൺ കിട്ടണമെന്ന്. അത് നിങ്ങളെ കൊണ്ടേ ആവണം. അതുകൊണ്ട് അത് നിങ്ങൾ സാധിക്കണം. ഞാൻ കാര്യം ശ്രമിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ആൾക്കാർ ഷെയർ ചെയ്തിട്ട് അവരുടെ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ ഇത് പറയാൻ വേണം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ബൈ ബൈ.